അസ്സലാമലൈക്കും. എന്തെല്ലാം ജബ്ബാറെ സുഖല്ലേ? കുറെ കണ്ടിട്ടല്ലേ? എങ്ങനെയാണ് കച്ചവടം കാര്യമല്ല? കച്ചവടം വളരെ പോക്കാം, പിടുത്തം വിട്ടിരിക്കാം. വളരെ പോക്കും കച്ചവടം എന്ന് പറഞ്ഞ സാധനം ഇല്ല. കടന്ന് ചെലവും കാര്യമെല്ലാം നടന്നു. അതെല്ലാം തട്ടിമുട്ടി അങ്ങനെ ഒത്തുപോകും. എനിക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല. 6 മാസമായി എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ വന്നിട്ട് എത്ര കൊല്ലേ? ഞാൻ 25 കൊല്ലായി ഇവിടെ. ഇപ്പൊ 6 മാസമായിട്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. നാട്ടിന്ന് വരുമ്പോ 3 ജോഡി ഡ്രസ്സും ആ സൂട്ട് കേസല്ലേ കൊണ്ടാന്ന് തുറന്ന് ഞാനും ഇതൊന്നും കൊണ്ടാന്നിട്ടില്ലല്ലോ. ഇപ്പൊ 6 മാസമായിട്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് വിഷമവും അല്ലായ്മ പാട്ടും പാടാൻ തുടങ്ങിയല്ലേ. ഇപ്പത്തെ അവസ്ഥ 2 ഇഞ്ചിലേക്ക് ഏത് സ്ഥാപനത്തിന്റെ ആയാലും, അതായത് കുട്ടികളെ ശമ്പളവും വാടകയും കാര്യങ്ങളും ഫുഡിന്റെ ചെലവും അത് നടന്നു പോയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയണം. നമുക്ക് ഇത്രയും കാലം പടച്ചോൻ തന്നില്ലേ, അതിനെ ശുക്ർ അടിച്ചിട്ട് നല്ല നിയത്തോട് കൂടിയിട്ട് നമ്മൾ എന്താക്കണം, മുന്നോട്ട് പോകണം. അതെല്ലാം പോട്ടെ, ഇവിടെ ഒരു പഴയ സ്റ്റാഫ് ഉണ്ടല്ലോ, ഓനിപ്പം കാണുന്നില്ലല്ലോ. അതെന്തിനാ പറഞ്ഞിട്ട് ഞാൻ അതിന് കുറച്ചൊരു ശമ്പളം കൂട്ടി ചോദിച്ചിരുന്നല്ല. ഇനി നാട്ടില് പള്ളി കമ്മിറ്റിക്കും അമ്പല കമ്മിറ്റിക്കാരും ഭാര്യക്കോരി കൊടുക്കുന്നുണ്ടല്ലോ. നമുക്കൊരു ഇമേജ് വേണ്ടേ? പേരെടുക്കണം. പേരെടുക്കണ്ടേ നമുക്ക്? എനിക്ക് വേണ്ടി 18 മണിക്കൂർ 12 മണിക്കൂർ അധ്വാനിക്കുന്ന അമ്മമാര് ശമ്പളം കൂട്ടി ചോദിക്കുക, പുരയെടുക്കുന്ന എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ അവർക്ക് കൊടുത്താൽ ആ ബർക്കത്തുണ്ടല്ലോ, ആ ബർക്കത്തിന് കാടെ കിട്ടൂലടാ. അത് നീ ചിന്തിക്കണം. ഇങ്ങനെ കുറെ ഇന്നും വേറെ നാട്ടിൽ പേരെടുക്കണം, അതാവണം എന്നല്ല. ഇവരെന്തെങ്കിലും ചോദിച്ചാലോ എന്നാൽ കൈമലർത്തും. എന്നിട്ട് ചോദിക്കും, ഇനി അവനോട് എന്താ പറഞ്ഞത്, ഇനി ഇവിടെ നിന്നിട്ടല്ലേ പുരയെടുത്തുന്ന ഓന് ആ അധ്വാനിക്കുന്ന അധ്വാനം പുറത്തു പോയാലോ ഓനിക്ക് എന്താ പുരയെടുത്തൂടെ? അങ്ങനത്തെ ചിന്താഗതി എന്താ എനിക്ക്? ഇനി ഏഴത്തെ ജബ്ബാർ മുതലാളിയോടും എടാ ശുക്ർ അടിക്കണം. വെറും കൈക്കോട്ടാവരുത്. കുറേ മുതലാളിമാരുടെ കൈക്കോട്ട് കോരല് മാത്രമല്ല, കുറച്ച് കൊടുക്കുകയും ചെയ്യണം. എന്നാൽ ആ സ്ഥാപനത്തിന് വർക്കത്തുണ്ട്. ആദ്യം കൊടുക്കേണ്ടത് കൂടെ നിൽക്കുന്ന പിള്ളേർക്കാണ്, എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന പിള്ളേർക്ക്. കേട്ടുക്കാ ജബ്ബാറെ? ഞാൻ വരുന്നു. ഇവിടെ നിന്നാൽ ഈ എന്തേ പറഞ്ഞു ബിസിനസ് ഒന്നും ഇല്ലായിട്ട് ഈ കാക്ക കിളിപോയി ജബ്ബാർ മലയാളി राजा जी